അത് എവിടുന്ന് ജിന്നെ കാക്കണേ എന്ന് വിളിച്ചാൽ ആ വിളി പച്ചയായ ശിർക്കാണ്. അതിനൊന്നും നമ്മുടെ മുജാഹിദീങ്ങൾക്ക് തർക്കല്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത ചർച്ച ഉണ്ടാക്കിക്കൊണ്ടതാണ് അവിടെ. ഇത് ആദ്യങ്ങൾ ഉണ്ടാക്കി, പിന്നെ വേറെ കുറച്ച് ആൾക്കാരോട് കൂടി നിങ്ങൾക്ക് ഐക്യപ്പെട്ട് പിന്നെ പെടുന്ന ഏതായാലും നിങ്ങൾ ആദർശം തന്നെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നു പിന്നെ കെ മുഹമ്മദ് സുല്ലമി, അദ്ദേഹങ്ങൾ നേതാവായിരുന്നല്ലോ, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം അത്തൗഹീദിൽ എഴുതിയിട്ടുള്ള ഇത് പിന്നെ തൗഹീദാട്ടോ, ഇത് അത്തൗഹീദ് സ്പെഷ്യൽ തൗഹീദ് എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് അല്ലത്. അതുകൊണ്ട് അത്തൗഹീദ്, കാരണം അത് അലിമതി പഠിപ്പിച്ചതാണ്. അലിഫ്ലാം ഇട്ട് കഴിഞ്ഞാലൊക്കെ തൗഹീദ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തൗഹീദ് എന്ന് പറഞ്ഞാൽ തൗഹീദ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് അല്ലേ. ആ അത്തൗഹീദിൽ ഒരു ലേഖനം, എന്താ ലേഖനം? ഖുർആൻ ഓതുന്ന ആളുകളുടെ അടുക്കൽ അനുഗ്രഹത്തിന് മലക്ക് വരും, ജന്തുക്കൾ അറിയും, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. ഞാൻ ചോദിക്കുന്നു, ഇതെങ്ങാനും നേർപ്പദത്തിലാണ് വന്നതെങ്കിൽ സുബ്ഹാന ജല്ല ജലാലു, എന്തേക്കാരും ഇവിടെ പുകില്. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ നിങ്ങൾ ഉറക്കെ വിളിച്ചന്വേഷിക്കണം. എന്താ വിളിക്കേണ്ടത്? അല്ലാന്നല്ല, അള്ളാന്ന് വിളിക്കണേ ഉറക്കെ വിളിക്കണ്ട. പിന്നെ അള്ളാഹ് പറഞ്ഞത് റബ്ബക്കും ഓച്ചണ്ടാക്കി വിളിക്കണം. അള്ളാഹ് ഇഷ്ടമല്ല, മെല്ലെ വിളിച്ചാൽ മതി, പടച്ചോനെ കൽബിൽ കരുതിയാൽ മതി. പക്ഷെ നിങ്ങൾ അള്ളാഹ് വിളിക്കാനല്ല പറഞ്ഞു, മലക്കിനെ വിളിക്കുക എന്ന് പറഞ്ഞത് ഉറക്കെ വിളിച്ചു, മലക്കുകൾ രക്ഷക്കെത്തും കേട്ടോ. ഒറ്റയ്ക്ക് മരുഭൂമിയിൽ നമസ്കരിക്കുന്നവർ ഉറക്കെ ബാങ്ക് കൊടുക്കുക, മലക്കുകൾ നമസ്കരിക്കാനെത്തും. സുബ്ഹാനല്ലാഹ്, ശിർക്ക്. ഇത് നമ്മൾ വായിച്ചപ്പോൾ നമ്മുടെ ബഹുമാന്യനായ ന്യായീകരണ വീരൻ നമ്മൾ പറഞ്ഞില്ല, എന്നാലും നമ്മുടെ ബഹുമാന്യനായ മൻസൂർ പിന്നെ ചമ്മാട് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല വ്യാഖ്യാനം ഉണ്ടെന്ന് കേട്ടോളി. പിന്നെ കെ മുഹമ്മദ് സുല്ലമി മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് വിശദമായി പറയാനുണ്ട്, കൃത്യമായി നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസത്തിൽ വിശദീകരിക്കാം. അവരൊന്നും സമയം ഉണ്ടാവും, ഒന്നിനും സമയമില്ല. ഇതിപ്പോൾ പറയുന്ന സമയമാണ് മൻസൂറി. അത് നിങ്ങൾ രാവിലെ തുടങ്ങിയത്, നിങ്ങൾ രാവിലെ തുടങ്ങി, നിങ്ങൾക്ക് സമയം ഇഷ്ടപോലെ ഞങ്ങൾ തരാം, മലക്ക് ഞങ്ങൾ തരാം. ഇവർക്കൊന്നും സമയമില്ല, പോട്ടെ. അദ്ദേഹം മലക്കുകളെ കുറിച്ചിട്ട് അത്തൗഹീദിൽ എഴുതിയൊരു ലേഖനമാണ്. അതിൽ കൃത്യമായി മലക്കുകളുടെ ഡ്യൂട്ടി എന്താണെന്നും പ്രോഗ്രാം ചെയ്തു വെച്ച കമ്പ്യൂട്ടറുകൾ പോലെ എന്നൊക്കെ വളരെ ഉപമയൊക്കെ വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, മലക്കുകൾ ഒരിക്കലും സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന ചിലപ്പം അള്ളാഹുവിൻ്റെ എന്താ പറയുക സംവിധാനങ്ങളാകുന്നു എന്നൊക്കെ കൃത്യമായി ഞാൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല എന്ന് പറഞ്ഞ് കൃത്യമായി പറയാം. അതിനുശേഷം പറയാണ് അള്ളാഹുവിൻ്റെ സംവിധാനമാണ് എന്ന് പറഞ്ഞൊക്കെ വിശദീകരിച്ച് അതിൻ്റെ കാലികമായി വിശദീകരിക്കാവുന്ന രീതിയിൽ തന്നെ വിശദീകരിച്ച് കഴിഞ്ഞതിന് ശേഷം പറയാണ് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാൽ ഉറക്കെ വിളിച്ച് അന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തുന്നതാണ്. അള്ളാഹുവിൻ്റെ സംവിധാനമാണെന്ന് വളരെ കൃത്യമായി പറഞ്ഞു. പ്രോഗ്രാം ചെയ്തു വെച്ച കമ്പ്യൂട്ടറുകളെ പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആരെ വിളിക്കേണ്ടത് മരുഭൂമിയിലെത്തിയാൽ? അത് മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തിനോടാണ് ഇത് എഴുതിയത്. എന്താണ്? അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തിനോട്, ഏതായ സമൂഹം? മർക്കസ് ദഅവക്കാരാ. ഇത് മനസ്സിലാക്കുന്ന ഒരു സമൂഹം മലയാളത്തിലല്ലേ, ഇതാർക്കും വായിച്ചൂടെ? അപ്പോൾ അതിന് ന്യായീകരിക്കുകയാണ്, ഇത് തെറ്റാന്ന് പറയില്ല. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ആരെ വിളിക്കേണ്ടത്? അള്ളാനാണോ? അള്ളാനെന്ന് ഉറക്കെ വിളിക്കണം എന്തിനാ? മെല്ലെ വിളിച്ചാൽ പോരെ? നിങ്ങൾ എന്താ ചെയ്തത്? മരുഭൂമി എന്നാൽ പിന്നെ മലയാളത്തിൻ്റെ എഴുതിക്കൂടെ? മരുഭൂമി ഒറ്റപ്പെട്ട് പോയാൽ ഞങ്ങൾ പറഞ്ഞ പോലെ അള്ളാനെ വിളിച്ചോന്ന്? അതാ ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതോ? നിങ്ങൾ ഞങ്ങളെ പറ്റി നോണ പറഞ്ഞെന്താ? ഞങ്ങൾ മലക്കിനെ വിളിക്കാനല്ലേ, ജിന്നിനെ വിളിക്കാനല്ലേ? ഞങ്ങൾ അത് എഴുതിയിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യല്ല. ഇലാ യൗമിൽ ഖിയാമ സാധ്യല്ല. നിങ്ങൾക്കും സാധ്യല്ല, എം ഡിക്കാർക്കും സാധ്യല്ല, മർക്കസ് ദഅവക്കും ഒരു സി ഡിക്കാർക്കും സാധ്യല്ല. ഞങ്ങളെ പറ്റി നോണ പറയാം. പക്ഷെ ഇത് നോണല്ല, ഇത് നിങ്ങളെന്നെ വായിച്ചില്ലേ? നിങ്ങളുടെ തൊള്ളോണ്ട് നിങ്ങൾ വായിച്ചില്ലേ? മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. അള്ളാഹുന്നല്ല, മലക്കുകൾ രക്ഷക്കെത്തും. ഉറക്കം തന്നെ വിളിക്കണം. മൻസൂർ അലി ഇതിനാണ് ഉറക്കം വിളിക്കുന്നത്. അതെന്താ പറഞ്ഞത്? ഉദ്ഉ റബ്ബക്കും തളർഉം വഖുഫിയാണ്. ഇത് നിങ്ങൾ പച്ചയായിക്കൊണ്ട് എഴുതി വെച്ചില്ല മലക്കുകളെ വിളിക്കാന്ന് എഴുതിയിട്ടില്ലേ? പക്ഷേ ഇത് ഞങ്ങൾ എന്താ വെച്ചാൽ ഇതൊന്നും എടുത്തിട്ട് ഞങ്ങൾ പൊന്തിച്ചിട്ടില്ല. ഞങ്ങൾ ഇത്ര കണ്ട പക്ഷേ ഇത് ആദ്യമായിട്ട് എത്ര വിശദീകരിച്ചോട് പറഞ്ഞു. ഇതൊക്കെ കയ്യിൽ പണ്ടേണ്ട്. ഈ അൽമന ഇതിൻ്റെ അത്തൗഹീദിൻ്റെ ഒറിജിനൽ ഉണ്ട്, ഇത് തൗഹീദിൻ്റെ ഒറിജിനൽ കയ്യിലുണ്ട്. മനസ്സിലായില്ലേ? ഇത്രയും പച്ചയായിക്കൊണ്ട് നിങ്ങളുടെ ഭാഷ പറഞ്ഞ പച്ച ശിർക്കാണത്. ഈ പച്ച ശിർക്ക് നിങ്ങളുടെ അത്തൗഹീദിൽ വന്നിട്ട് ഇതുവരെ നിങ്ങൾ തിരുത്തി എപ്പോഴും ഉരുണ്ട് പറഞ്ഞ് അത് ന്യായീകരിക്കല്ലേ? എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ പോലെ സംവിധാനിച്ചു. എന്നാൽ പിന്നെ അങ്ങനെ ജിന്നിനെ വെച്ച് പറഞ്ഞൂടെ? ജിന്ന് പിന്നെ അള്ളാൻ്റെ കമ്പ്യൂട്ടറിൻ്റെ പുറത്താണോ ജിന്ന്? പിന്നെ അങ്ങനെയൊക്കെ വാദമുണ്ടോ? മലക്ക് മാത്രമേ അള്ളാൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ളൂ, ഈ ജിന്നൊക്കെ അള്ളാൻ്റെ കമ്പ്യൂട്ടറിന് പുറത്താ? ആയത് കമ്പ്യൂട്ടർ ഞാൻ പറയൂടെ? അങ്ങനെ കമ്പ്യൂട്ടർ ഉണ്ട് അള്ളാഹ്ക്ക്. ഈ മലക്കിന് മാത്രം കൊണ്ട് നഅൂദുബില്ലാ. നിങ്ങൾ എന്തിനാ ഈ ഉരുണ്ട് മരണത്? അതാണ് ന്യായീകരിച്ചത്, തള്ളിക്കളയോ. അതാണ് മുജാഹിദ്. ഇത് ശരിയല്ലെന്ന് പറയൂ. ഇതെങ്ങാനും ഞാൻ ചോദിക്കുന്നു മൻസൂർ അലി, ഞങ്ങളുടെ നേർപ്പദത്തിലാണ് വന്നതെങ്കിൽ നിങ്ങളുടെ ഏഴാകാശത്തെ ജിന്നിനെ കൂട്ടി എത്തിയിട്ടുണ്ടാവും. ഇതുകൊണ്ട് മനസ്സിലായില്ലേ? അത്ര നിങ്ങൾ 7 ഭൂമി 7 ആകാശങ്ങൾ പൊളിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങളുടെ മാന്യത കൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടു പോകുക, അത്ര മനസ്സിലാക്കി. അതുകൊണ്ട് വല്ലാതെ ഈ ജാതി കടമെന്ന് പറഞ്ഞിട്ട് മുജാഹിദ് സ്ഥാനത്ത് തകർക്കാൻ നിങ്ങൾ തെളിയിക്കണം, പിന്നെ നിൽക്കണ്ട. അതൊക്കെ വളരെ വിനയത്തോട് പറയാം. അതുകൊണ്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, മലക്കിനെ വിളിച്ചന്വേഷിക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. അത് ഉറക്കം വിളിക്കണം എന്തിനാ? ഉറക്കം എന്താ? അള്ളാഹ് പിന്നെ അങ്ങനെ ഉപരി പറയണത് എന്താണ്? പിന്നെ ബാക്കി കിട്ടും. ബുദ്ധി ഉപയോഗിക്കുന്ന സമൂഹത്തോടാണ് എഴുതിയത്. നിങ്ങൾ ഫോൺ ചെയ്താൽ മതി, ടാക്സി അവിടെ എത്തുമെന്ന് പറഞ്ഞാൽ ടാക്സിക്കാണോ ഫോൺ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈവർക്കാണോ ഫോൺ ചെയ്യുക? ഭയങ്കര ബുദ്ധിയാണ്. എന്തിനാണ് ഈ ഉരുണ്ട് മരണം മൻസൂർ അലി? എന്നിട്ട് നമ്മളെ പറ്റി എന്താ പറയുക? ഈ ബുദ്ധി വയ്ക്കാൻ പാടില്ല, മുമ്പേ ബുദ്ധിയുടെ ഉക്കപ്പത്. നിങ്ങളൊക്കെ കുതിരട്ടത്ത് എടുക്കുക സംശയമുണ്ട്, മാറി ബുദ്ധിയായാലും കരവോൾക്ക് പോലും പോറ്റാൻ കഴിയുന്നങ്ങളൊന്നും. മനസ്സിലായില്ലേ? ഇതൊക്കെ കുറച്ച് വൈകാരികൾ നിങ്ങൾക്ക് ക്ഷമിക്കും. കാരണം ഇത്രയും പച്ചയായെന്നോണ നമ്മളെ പറ്റി എഴുതിയിട്ട് ഇത്ര വരെ എഴുതിയിട്ട് എന്താ പിശാചിനെ വിളിക്കാൻ നമ്മൾ എഴുതി നമ്മൾ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ പച്ചയായി എഴുതിയിട്ട് ഇങ്ങനെ ഉരുണ്ട് മറിയാണ് നിങ്ങൾ. ഇങ്ങോട്ട് ഡ്രൈവറെ വിളിക്കുക, ഇങ്ങോട്ട് പിന്നെ കാറിനെയാണ് വിളിക്കുക. ഞങ്ങൾക്ക് ഡ്രൈവറിനെ വിളിക്കൽ, കാറിന് നമ്പർ ആരും നിൽക്കലില്ല മൻസൂർ അലി സാഹിബ്. ഞങ്ങൾ ഡ്രൈവറെ ഫോൺ നമ്പർ നിൽക്കല്, കാറിൻ്റെ നമ്പർ ആരും നിൽക്കലില്ല. അത് നിങ്ങൾ നിൽക്കലുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. മർക്കസ് ഞാൻ വല്ല ട്രെയിനിങ് ഉണ്ടോന്നും അറിയില്ല. നിങ്ങളെ വീസി കുട്ടികളെ കെട്ടിയിൽ അതൊക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ. മനസ്സിലായില്ലേ? അതുകൊണ്ട് അമ്മ ആരും ഉടായ്പെന്ന് പറഞ്ഞിട്ട് ഇതിന് രക്ഷപ്പെടാൻ കഴിയില്ല.